ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ വിൻ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഒന്ന് തണുപ്പൊക്കെ മാറി ഒന്ന് സൂര്യനൊക്കെ വന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് ഇറങ്ങി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രാവൽ വ്ളോഗല്ല, ഒരു ടെക് അൺബോക്സിങ് വീഡിയോയാണ്. നമുക്കൊന്നൊരു പാക്കേജ് വന്നിട്ടുണ്ട്. ഞാനിത് ഓർഡർ ചെയ്തിട്ട് ഒരു മാസത്തോളം ആയി. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഡ്രോണാണ്. നമ്മുടെ DJI ഒക്കെ പോലെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റുന്ന അത്. പക്ഷേ DJI ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഒരു 35 യൂറോയ്ക്കാണ് Temu എന്ന് പറഞ്ഞ ആപ്പ് നിന്ന്, ചൈനീസ് കമ്പനിയാണ്. ഇന്ത്യയിൽ കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ ജർമ്മനിയിൽ ഇതിൻ്റെ ഡെലിവറി ഉള്ളതുകൊണ്ട് നമ്മളിത് മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കി നോക്കാം. നമുക്ക് ഈ പാക്കേജ് പൊളിക്കാം ആദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോണ്, നമ്മുടെ പാക്കേജ്. 3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാർബൺ ഫൈബർ ഡിസൈനൊക്കെ ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ കാർബൺ ഫൈബറിൻ്റെ മെറ്റീരിയൽ പോലെ, കാർബൺ ഫൈബർ അല്ല എന്നാൽ അതിൻ്റെ ടെക്സ്ചറുള്ള ഒരു സംഭവമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ബോക്സിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തുള്ളത്. തുറന്ന് നോക്കി കഴിഞ്ഞാൽ എന്താ നോക്കാം നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഒരു ക്യാരിയും ബാഗാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. വേറെ ഇതിൻ്റെ ഉള്ളിലൊന്നും വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ അവരുടെ യൂസർ മാനുവൽ സംഭവങ്ങളൊക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഡ്രോൺ. അത് കാർബൺ ഫൈബർ ഫിനിഷൊക്കെ ഉണ്ട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഈ പ്രൊപ്പല്ലേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ ഈ പ്രൊപ്പല്ലേഴ്സ് ഗാർഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പ്രൊപ്പല്ലേഴ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അത് ചേഞ്ച് ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു USB കേബിള് ഫോർ ചാർജിങ് മറ്റേക്ക്. പിന്നെ നമുക്ക് മെയിനായിട്ട് വന്നുള്ള സംഭവം നമ്മുടെ കൺട്രോളറാണ്. കൺട്രോളർ നമുക്കിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫോൺ വെച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം. നമുക്ക് ഇതിൽ കൺട്രോളറിൽ ബാറ്ററി ഇൻബിൽറ്റ് വരുന്നില്ല. നമ്മുടെ നോർമൽ ബാറ്ററി ഇടണം. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് വീഡിയോ ഇന്നലെയാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ നമ്മൾ അത് ചാർജൊക്കെ ചെയ്ത് പറപ്പിച്ചപ്പോൾ ഞങ്ങൾ പറപ്പിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം 1-2 പ്രാവശ്യം പറപ്പിച്ചു. ആദ്യമൊക്കെ പറപ്പിച്ചപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റൊക്കെ ഫ്ലൈറ്റ് ടൈം കിട്ടിയായിരുന്നു. പിന്നത്തെ പ്രാവശ്യം ചാർജ് ചെയ്തപ്പോൾ പിന്നെ തീരെ നിലത്തുനിന്ന് ജസ്റ്റ് പൊന്തി വീഴുന്നൊരു പരിവായി. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ അതിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ റിട്ടേൺ അയക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളിതൊരു ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. നമുക്കിനി ഭാവിയിലല്ല, ഒരു ചാനലിന് വേണ്ടിയിട്ട് ചെറിയൊരു
ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ DJ യുടെ ഒരു ഡ്രോൺ വാങ്ങാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മേടിച്ച് നോക്കിയതാണ്. നല്ലതാണെന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാം. ചുമ്മാ ഇത് ടോയ് RC പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇതെന്തായാലും ആരും വാങ്ങരുത്. വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രോൺ മേടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ അത് കുട്ടികൾക്കൊക്കെ ആയിട്ട് മേടിച്ചാണെങ്കിൽ ഓക്കെ. പക്ഷേ പറക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ക്വാളിറ്റി കുറവാണ്, അതൊക്കെ റെക്കോർഡിങ് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ മേടിച്ച പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ റിട്ടേൺ ആക്കിയാണ്. പക്ഷേ സംഭവം പറക്കുന്നതും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഔട്ട്ഡോർ പറപ്പിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം ഇത് കാറ്റ് വീശുമ്പത്തിനൊക്കെ തീരെ കൺട്രോൾ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. നമുക്ക് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ടെക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും ചെയ്യാം, ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യാം. വിൻ്ററൊക്കെ മാറി തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ട്രാവൽ വീഡിയോസും കാര്യങ്ങളും മ്യൂണിക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.